കൊച്ചിയുടെ ഹൃദയഭാഗമായ കലൂരിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന കുറച്ച് മനുഷ്യരുണ്ട്. കലൂരിലെ ആശ്രമം ലൈൻ റോഡിലെ കുറച്ച് വീടുകളിലാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെയുള്ള പ്രദേശവാസികളാണ്, അവിടെ താമസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടുത്തെ മുൻ കൗൺസിലറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിൽ എത്രത്തോളം വീടുകളിലാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്? നമ്മൾക്ക് ഇവിടെ പറയുകയാണെങ്കിൽ 8-9 മാസത്തോളമായി വെള്ളമില്ലായ്മ ഇവിടെ തുടങ്ങിയിട്ട് ഞങ്ങൾ വാട്ടർ അതോറിറ്റിനെ ഉപരോധിക്കുകയും എല്ലാം ചെയ്തു. അതിനുശേഷം അവർ വന്നിട്ട് ഓരോരോ പോയിന്റുകൾ പൊട്ടിക്കും, നോക്കും, ചുമ്മാ അങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ ഈ ബാക്കിൽ തന്നെ കാണുന്ന കുഴിയൊക്കെ അങ്ങനെ വന്നേക്കണതാണ്. ഒരു പരിഹാരമായിട്ടില്ല. ഒരു ദിവസം വന്നാൽ പിറ്റേ ദിവസം വരില്ല. അവർ പറയും പമ്പിങ് നാളെ ഉണ്ട് എന്ന് പറയണതല്ലാതെ നമ്മൾ തീർത്ത് മണ്ടന്മാരെ പോലെ ഇരിക്കണേന്. ഞാൻ കൗൺസിലറായിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെയൊക്കെ കോർപ്പറേഷനിൽ നിന്ന് വെള്ളം ഒടിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ 2 സ്ഥലത്തും കൗൺസിലേഴ്സ് മാറി, ഇവർക്കൊന്നും ഫ്രീ വാട്ടർ കിട്ടിയിട്ടില്ല. നിലവിൽ ഇപ്പോൾ നിങ്ങൾ കുടിവെള്ളം എങ്ങനെയാണ് നിലവിൽ ലഭിക്കുന്നത്? ടാങ്കർ ലോറിയിൽ നമ്മൾ കാശ് കൊടുത്ത് അടുപ്പിക്കാനാണ് ചെയ്യുന്നത്. 800-900 രൂപയൊക്കെയാണ് 2000 ലിറ്റർ വെള്ളം അടിക്കുമ്പോഴേക്കും ഓരോരുത്തരും അത് വാങ്ങിക്കുന്നത്. ശുദ്ധജലം വേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പൈസ മുടക്കിയിട്ട് അത് അടിക്കുന്നത്. പക്ഷേ എത്രയെന്നും പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ അടുപ്പിക്കും. ഇത് വെള്ളമല്ലേ, എത്രയെന്ന് വെച്ച് നമ്മളത് ചുരുങ്ങും. ഇവരോട് കംപ്ലൈൻറ്റ് പറയുമ്പോൾ അവിടെ നോക്കുക ഇവിടെ നോക്കാമെന്നും പറഞ്ഞുകൊണ്ടിട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ട് പോകണതല്ലാതെ നമുക്കതിന് ഇതുവരെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല. ഇലക്ഷൻ്റെ സമയം വരുന്നപ്പോൾ കുഴപ്പങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? എന്തായിരുന്നു അവർ ഇത് നമ്മൾ നോക്കാം, ചെക്ക് ചെയ്യട്ടെ, അങ്ങനെ പല പ്രാവശ്യം ചെക്ക് ചെയ്തതിൻ്റെ ഇതാണ് പരിണതഫലമാണ് ഈ ഇവിടുന്ന് എൻട്രൻസിൽ കുത്തിപ്പൊളിച്ചേക്കുന്നത്. അതൊരു 3-4 പ്രാവശ്യം കുത്തിപ്പൊളിക്കുകയും അവർ ചെക്ക് ചെയ്യുകയും ചെയ്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അത് ഈ പൊളിക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷേ വെള്ളത്തിന് മര്യാദക്ക് ബൂസ്റ്റിങ്ങോ പമ്പിങ്ങോ ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു പമ്പിങ്ങും ബൂസ്റ്റിങ്ങും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാണ്. ഇപ്പോൾ നേരത്തെ വന്നിരുന്ന എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ ടൈമിൽ മാത്രം ഈ 3 ആഴ്ച ഇവിടെ അസുഭിക്ഷമായിട്ട് വെള്ളം കിട്ടിയത്? അതിന് മറുപടി പറയേണ്ടത് വാട്ടർ അതോറിറ്റി ആൾക്കാരും ഉദ്യോഗസ്ഥരും ബാക്കിയുള്ള ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമാണ്. ഈ 3-4 ആഴ്ച ഞങ്ങൾക്ക് കുടിവെള്ള പ്രശ്നം ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേശ്ശെ വന്ന് ഇപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാണ്ടായി. അത് ഈ കുടിവെള്ള പ്രശ്നം മറ്റുള്ള പ്രശ്നങ്ങളെ പോലെയല്ല, വളരെ ദയനീയമാണ്. വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു ശാശ്വതമായ പരിഹാരം എത്രയും വേഗം ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് പരാതി നൽകിയിട്ടുള്ളത്? കേരള വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ നമ്മളൊരു ധർണയൊക്കെ നടത്തിയായിരുന്നു. പിന്നെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് പോയി അവിടെ മെമ്മറാണ്ടം സമർപ്പിക്കുകയും വേണ്ട വിധത്തിൽ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് വിടുകയല്ലാണ്ട് കാര്യമൊന്നും ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. വളരെയധികം ശോചനീയമാണ്. കഴിഞ്ഞ കുറച്ച് 5-6 മാസങ്ങളായിട്ട് എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ചെറിയ കുട്ടികളൊക്കെ ഉള്ള മേഖലയല്ലേ, പ്രായമായവരുള്ള മേഖലയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം അടിച്ചു വെക്കാൻ ടാങ്ക് പോലും ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അതിന് ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഒട്ടും വെള്ളം ടാങ്ക് പോലും അത്രയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഇത് 4-5 മാസങ്ങൾക്ക് മുമ്പ് എല്ലാ ചാനലുകളും ഇത് ഉണ്ടായ റിപ്പോർട്ടാണ്. ഈ വെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 10-25 ദിവസം സുലഭമായിട്ട് ഇവർക്കൊക്കെ വെള്ളം കിട്ടി. അപ്പോൾ അവർ പറയുന്ന പൊട്ടത്തരങ്ങളെന്ന് പറയുന്നത് അവിടെ നിങ്ങൾ വാട്ടർ പമ്പ് ചെയ്തിരിക്കുന്നത് മോട്ടർ ഇരിക്കുന്നത് കുറച്ച് ലെവലിലും മേലെയാണ്. അതൊക്കെ വളരെ ബാലിശമാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുണ്ടെങ്കിൽ വെള്ളം ഒരിക്കലും കിട്ടില്ലല്ലോ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവർ പൊട്ടിച്ചതിന് ശേഷം 2 ദിവസം സുലഭമായിട്ട് വെള്ളം കിട്ടി. എന്നിട്ട് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സംസാരിച്ചപ്പോൾ ഇവരോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 ആഴ്ച വെള്ളം കിട്ടിയല്ലോ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 2 ആഴ്ച വെള്ളം കിട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മാഡം പറഞ്ഞ് അത് നിങ്ങളുടെ ഭാഗ്യമെന്ന്. ആരെങ്കിലും അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ പറയുക എന്ന് പറഞ്ഞാൽ എത്ര ബാലിശമാണ്. അവർ ഉത്തരവാദിത്തപ്പെട്ടവർ അതൊക്കെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ലെറ്ററും കൊണ്ട് ഞങ്ങൾ വാട്ടർ അതോറിറ്റി ചെന്നിട്ടുണ്ടായിരുന്നു. അവരെ നേരിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ പിറ്റേ ദിവസം 2 പേര് വന്ന് കുത്തിപ്പൊട്ടിക്കുമ്പോൾ പറഞ്ഞു ഇവിടെ എവിടെ പൊട്ടിച്ചാലും കാര്യമില്ല. ഇവർ പ്രഷർ കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കിട്ടും. അപ്പം അതിന് എന്തെങ്കിലും മറ്റു കാരണങ്ങളുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ മുൻ കൗൺസിലർ ഒരു ഓപ്ഷൻ ഇവിടെ നമ്മുടെ ഈ പോണോത്ത് റോഡിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടേക്ക് കണക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് ഓൾറെഡി അത് പാസ്സാക്കിയിട്ടുണ്ട്. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഉടനെ ആയാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടുത്തെ പരിഹരിക്കാൻ സാധിക്കും.
അതോടൊപ്പം തന്നെ ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടല്ലേ, മാസം ഈ വാട്ടർ ബില്ല് അടയ്ക്കുന്നുണ്ട്, മിതമായിട്ടുള്ളൊരു നിരക്ക് കൊടുക്കേണ്ടതുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഈ പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇവിടേക്ക് വെള്ളം ഇറക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു ബുദ്ധിമുട്ടല്ലേ? തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ എനിക്ക് അടിക്കേണ്ടി വരുന്നുള്ളൂ. എന്നാലും മിക്കവാറും വെള്ളം കിട്ടാറില്ല. പിന്നെ ബോർവെൽ ഉള്ളതിൻ്റെ പേരിലാണ് മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മേൽ നടപടികളിലേക്ക് എന്തായാലും ഞങ്ങളൊരു ജീവൻ മരണ പോരാട്ടമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. MLA കാണാനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് കൗൺസിലറായിട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ട് ഒരു നിവേദനം കൊടുക്കണം. പിന്നെ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെ വീണ്ടും അവരുടെ മുമ്പിൽ പോയി തറഞ്ഞിരിക്കേണ്ട ഗതികേട്ടിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഞാൻ ചോദിക്കുന്നത് എന്താണ് അസംബ്ലിയിൽ മാത്രം ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഇതിലേക്ക് എടുക്കുന്നത് എന്താണ്? ഞങ്ങൾ എത്ര റെപ്രസെൻറ്റേഷൻ ഞങ്ങൾ നടത്തി. അപ്പോൾ ഒരു പ്രോമിസ് കിട്ടും ഞങ്ങൾക്ക്, ഒരു empty പ്രോമിസ്. ഇതിൻ്റെ അപ്പുറമൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. റോഡ് ഇങ്ങനെ പൊളിച്ചിട്ടേക്കുന്നത് കാരണം നമുക്ക് യാത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാട്ടർ അതോറിറ്റി അവിടെ ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഇത് പൊളിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും ജംഗ്ഷനിൽ തന്നെയുണ്ട് അതിൻ്റെ ഒരു ഇത്. കുറേ VIP താമസിക്കുന്ന ഏരിയയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഇത് സംഭവിക്കാനുള്ള മറ്റു സ്ഥലങ്ങളിൽ എന്തായിരിക്കും? അത് വളരെ, കാരണം ഇത് ഞങ്ങളെന്ന് പറയേണ്ട ഒരു മാസമല്ല, 1.5-2 കൊല്ലമായിട്ട് സഫർ ചെയ്യുന്നതാണ്. എല്ലാ വാട്ടർ അതോറിറ്റി അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇവർ ആരെങ്കിലും വിളിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുള്ളത്. അതാണ് ഏറ്റവും വിചിത്രമായ ആൻസർ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് വെള്ളം. എന്നാൽ ഇവിടെ അത് വെറും കാലിയായ പൈപ്പുകളാണ്. ഓരോ പ്രദേശത്തെയും ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് അവിടുത്തെ ഭരണാധികാരികളാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനി ആർക്കും വോട്ടില്ല. അതാണ് ഇവിടുത്തെ ആളുകളുടെ തീരുമാനം. ക്യാമറാമാൻ ഗീതേഷിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.